ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസ്. അപ്പോൾ നമ്മളത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിനകത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ മഷ്റൂമാണ് കേട്ടോ. അപ്പോൾ മഷ്റൂം കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെടുത്തപ്പോൾ തന്നെ ദേവ എന്തോ കഴിക്കുന്നതാണെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ ഐറ്റംസ് എല്ലാം നോക്കിയാൽ കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. മുരിങ്ങയ്ക്ക, തക്കാളി, സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മഷ്റൂം പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇത് കുക്ക് ചെയ്തിട്ടില്ല, അതുവരെ തന്നെ കഴിച്ചിട്ടും ഇല്ല. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തൊലിയൊക്കെ ഇങ്ങ് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ഞളും ഇതിൻ്റെ ആ മണ്ണിലൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം അരിഞ്ഞും ചതച്ചും ഒക്കെ എടുത്ത് നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് ഇച്ചിരി ഉപ്പ് ഇട്ട് അങ്ങോട്ട് വേവിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. വഴറ്റിയെടുത്തതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്ന ഒരു രീതി തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് മല്ലിയും ഇതിൻ്റെയൊക്കെ പച്ച മണം ഒന്ന് മാറിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താണ് ഇപ്പോൾ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ്. മഷ്റൂം ഇട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഇട്ടിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ കറി രൂപത്തിലെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് വേവിച്ച് നമ്മളിങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 10-15 മിനിറ്റോളം വേവിച്ചാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കറി കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്ത് നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാവുന്നതാണ്. വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.